പാർട്ടി നേതാവായതുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാകണമെന്നില്ല എന്ന മുനവച്ച പരാമർശവുമായി CPIM-ന്റെ നേതാവ് തോമസ് ഐസക്. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന നേതാക്കളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ ജനങ്ങളെ അണിനിരത്തണം എന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം നടപ്പിലായിട്ടില്ല എന്നും തോമസ് ഐസക് പറഞ്ഞു. പാർട്ടിയുടെ നേതാക്കന്മാരെന്നുള്ളതല്ല, പാർട്ടി കമ്മിറ്റി വന്നാൽ പാർട്ടിയുടെ നേതാവ്. പാർട്ടി നേതാവിൻ്റെ നാട്ടിൽ ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവണമെന്നില്ല. ഇവർക്കുണ്ടായി. എതിരാളി പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. കാരണം അവരെല്ലാവരും ഈ രീതി ബഹുതലങ്ങളിൽ പ്രവർത്തിച്ചു വന്നവരായിരുന്നു. ഇതൊക്കെ ഇന്നത്തെ തലമുറക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. അമൽ സുരേന്ദ്രനുണ്ട്. അമൽ, ഏതു വേദിയിലായിരുന്നു ഈ വിമർശനമുന? എങ്ങോട്ടെങ്കിലും വ്യക്തിപരമായി നീളുന്നതാണോ? ആനന്ദ്, കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ തമ്പി എഴുതിയ പോരാട്ട വീഥിയിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് തോമസ് ഐസക് ഒരു പ്രഭാഷണം നടത്തുകയും അതിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിലവിൽ പാർട്ടി നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. 2 ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തിയപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ, അതിൽ പ്രധാനം സുധാകരനെ ഈ സമീപ നാളുകളിൽ പാർട്ടിക്കുണ്ടായ ചില പ്രശ്നങ്ങളെല്ലാം പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് സുധാകരനൊപ്പം മാറ്റി നിർത്തപ്പെട്ട തോമസ് ഐസക്കിന്റെ ഭാഗത്തുനിന്ന് കൂടി ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. പാർട്ടി നേതാവാണ് എന്ന് കരുതി ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാകണമെന്നില്ല എന്ന് മുനവെച്ച ഒരു പരാമർശമായിരുന്നു തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പറഞ്ഞത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ സ്വയം വിമർശനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്തുകൊണ്ട് പാർട്ടി വളരുന്നില്ല? അതിന് കാരണമായി അന്ന് പാർട്ടി കണ്ടെത്തിയത് പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുവാനോ ജനങ്ങളെ തുടർച്ചയായി അണിനിരത്തുന്നതിലോ പാർട്ടിക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള രീതിയിലായിരുന്നു. സാമൂഹിക അംഗീകാരമുള്ള നേതാക്കൾ പണ്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ കുറവുണ്ട് എന്ന തരത്തില് തോമസ് ഐസക്കിന്റെ പ്രസ്താവന വായിക്കാം. പണ്ടുള്ള നേതാക്കന്മാരെ അവരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുകൂടി തോമസ് ഐസക് പറയുന്നു. പ്രത്യേകിച്ചും ഈ പുസ്തകം കൈമാറിയത് പോലും പുന്നപ്ര സമരസേനാനിയായിട്ടുള്ള PK വിജയന്റെ പത്നി L സുലോചനയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം പോലും നടത്തിയത്. ഏതായാലും ഈ പുസ്തക പ്രകാശനത്തിൽ തോമസ് ഐസക്കിന്റെ ചില പരാമർശങ്ങൾ രാഷ്ട്രീയമായ ചില വായനകൾക്ക് കൂടി വേദിയാവുകയാണ്. ആനന്ദ്. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.